വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം. യേശു യെരൂശലേമിനോട് സമീപിച്ചു. ഒലിവുമലയ്ക്കടുത്തുള്ള ബേത്ത്ഫഗയിൽ വന്നപ്പോൾ താൻ തൻ്റെ ശിഷ്യരിൽ 2 പേരെ അയച്ച് അവരോട്, നിങ്ങൾക്ക് നേരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുവിൻ. കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു കഴുതയെയും അതിനോടുകൂടെ കഴുതക്കുട്ടിയെയും ഉടനെ നിങ്ങൾ കണ്ടെത്തും. അവയെ അഴിച്ച് എനിക്കായി കൊണ്ടുവരുവിൻ. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുവെങ്കിൽ ഞങ്ങളുടെ കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവനോട് പറയണം. അവൻ അവയെ ഉടനെ ഇവിടേക്ക് വിട്ടയക്കും എന്ന് പറഞ്ഞു. ഈ സംഭവിച്ചതെല്ലാം പ്രവാചകൻ മുഖേന പറയപ്പെട്ട കാര്യം നിവൃത്തിയാകുവാൻ തന്നെ. അവൻ പറഞ്ഞിരുന്നു, സിഹിയോൻ പുത്രിയോട്, നിന്റെ രാജാവ് താഴ്മയുള്ളവനായി കഴുതയുടെ മേലും കഴുതക്കുട്ടിയുടെ മേലും കയറി നിന്റെ അടുക്കിലേക്ക് വരുന്നു എന്ന് പറയുവിൻ. ശിഷ്യർ പോയി യേശു അവരോട് കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. അവർ കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു. കഴുതക്കുട്ടിയുടെ മേൽ അവരുടെ വസ്ത്രങ്ങൾ വിരിച്ചു. യേശു അതിന്മേൽ കയറിയിരുന്നു. പുരുഷാരത്തിൽ വളരെ പേർ തങ്ങളുടെ മേലങ്കികൾ വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് ചെറുകമ്പുകൾ മുറിച്ചെടുത്ത് വഴിയിൽ വിതറി. തൻ്റെ മുമ്പേ പോയിരുന്നവരും പിമ്പെ വരുന്നവരുമായ പുരുഷാരം, ദാവീദ് പുത്രൻ ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, അത്യുന്നതങ്ങളിൽ ഓശാന എന്നാർത്തു വിളിച്ചു. താൻ യെരൂശലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരമാകെ ഇളകി. ഇദ്ദേഹം ആരാകുന്നു എന്ന് പറഞ്ഞു. ജനക്കൂട്ടം, ഇദ്ദേഹം ഗലീലായിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പറഞ്ഞു. യേശു ദേവാലയത്തിൽ പ്രവേശിച്ചു. ദേവാലയത്തിൽ വിൽപ്പന നടത്തുകയും വാങ്ങുകയും ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരെയും പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളെയും പ്രാവ് വിൽപ്പനക്കാരുടെ പീഠങ്ങളെയും മറിച്ചിട്ടു. അവരോട്, എൻ്റെ ഭവനം പ്രാർത്ഥനാഭവനം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു, എന്നാൽ നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം കുരുടന്മാരും മുടന്തന്മാരും ദൈവാലയത്തിൽ തൻ്റെ അടുക്കൽ വന്നു. താൻ അവർക്ക് സൗഖ്യം നൽകി. താൻ ചെയ്തുകൊണ്ടിരുന്ന അത്ഭുതങ്ങളെയും ദാവീദിൻ്റെ പുത്രന് ഓശാന എന്ന് ദൈവാലയത്തിൽ ആർത്തട്ടഹസിക്കുന്ന പൈതങ്ങളെയും കണ്ടപ്പോൾ പ്രധാന ആചാര്യന്മാർക്കും പരീശന്മാർക്കും നീരസമായി. അവർ തന്നോട്, ഇവർ എന്താണ് പറയുന്നത് എന്ന് നീ കേൾക്കുന്നുവോ എന്ന് ചോദിച്ചു. യേശു അവരോട്, ഉവ്വ്, പൈതങ്ങളുടെയും ശിശുക്കളുടെയും വായിൽ നിന്ന് നീ സ്തുതി ക്രമീകരിച്ചു എന്നത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. താൻ അവരെ വിട്ട് നഗരത്തിന് പുറത്ത് ബെത്അനിയായിൽ ചെന്ന് അവിടെ രാത്രി താമസിച്ചു. പ്രഭാതത്തിൽ നഗരത്തിലേക്ക് തിരികെ വന്നപ്പോൾ തനിക്ക് വിശന്നു. വഴിയിൽ ഒരു അത്തിവൃക്ഷം താൻ കണ്ടു. അതിനടുത്തു ചെന്നു. എന്നാൽ ഇലകൾ മാത്രമല്ലാതെ അതിൽ ഒന്നും കണ്ടെത്തിയില്ല. താൻ അതിനോട്, ഇനിയും ഒരിക്കലും നിന്നിൽ ഫലമുണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. ശിഷ്യർ അത് കണ്ട് അത്ഭുതപ്പെട്ടു. അത്തിവൃക്ഷം ഇങ്ങനെ പെട്ടെന്ന് ഉണങ്ങിപ്പോയതെങ്ങനെ എന്ന് പറഞ്ഞു. യേശു ഉത്തരമായി അവരോട്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ വിശ്വാസമുണ്ടായിരിക്കുകയും സംശയമില്ലാതിരിക്കുകയും ചെയ്താൽ അത്തിവൃക്ഷത്തോടുള്ള ഈ കാര്യം നിങ്ങൾ ചെയ്യും. മാത്രമല്ല, ഈ മലയോട് മാറി കടലിൽ പതിക്കുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങൾ യാചിക്കുന്ന ഏതും നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞു. യേശു ദേവാലയത്തിൽ വന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാന ആചാര്യന്മാരും ജനത്തിൻ്റെ കശീശന്മാരും തൻ്റെ അടുത്തു ചെന്ന്, നീ ഏതധികാരത്താൽ ഇവ ചെയ്യുന്നു? നിനക്ക് ഈ അധികാരം ആരു തന്നു എന്ന് ചോദിച്ചു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാനും ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഏതധികാരത്താലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയാം. യോഹന്നാൻ്റെ മാമോദീസ എവിടെ നിന്നാകുന്നു? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ ആലോചിച്ചിട്ട്, സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് ഇവൻ നമ്മോട് ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ ജനസമൂഹത്തെ നാം ഭയപ്പെടുന്നു.
എന്തെന്നാൽ എല്ലാവരും യോഹന്നാനെ ഒരു പ്രവാചകനെ പോലെ സ്വീകരിച്ചിരുന്നു. അവർ തന്നോട്, ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. യേശു അവരോട്, ഞാൻ ഏതധികാരത്താൽ ഇവ ചെയ്യുന്നുവെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമന്റെ അടുക്കൽ ചെന്ന്, എൻ്റെ മകനെ, നീ ഇന്ന് മുന്തിരിത്തോപ്പിൽ പോയി വേല ചെയ്യണം എന്ന് പറഞ്ഞു. അവൻ, എനിക്ക് മനസ്സില്ല എന്ന് മറുപടി പറഞ്ഞു. അവസാനം അവൻ പശ്ചാത്തപിച്ചു. അവൻ പോയി. അവൻ മറ്റവന്റെ അടുക്കൽ ചെന്ന് അവനോടും ഇങ്ങനെ തന്നെ പറഞ്ഞു. അവനോ ഉത്തരമായി, എൻ്റെ നാഥാ, ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു. എങ്കിലും അവൻ പോയില്ല. ഈ 2 പേരിൽ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തവൻ ആരാകുന്നു എന്ന് ചോദിച്ചു. ഒന്നാമൻ എന്ന് അവർ തന്നോട് പറഞ്ഞു. യേശു അവരോട്, സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളും നിങ്ങൾക്ക് മുമ്പേ ദൈവരാജ്യത്തിലേക്ക് പോകും. എന്തെന്നാൽ യോഹന്നാൻ നീതിമാർഗ്ഗത്തിലൂടെ നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. ചുങ്കക്കാരും വേശ്യകളുമോ അവനെ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനെ വിശ്വസിക്കുവാനായി അവസാനം പോലും അനുതപിച്ചില്ല എന്ന് പറഞ്ഞു. വേറൊരു ഉപമ കേൾക്കുവിൻ. വീട്ടുടമയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, ചുറ്റും വേലി കെട്ടി, ഒരു ചക്കും സ്ഥാപിച്ചു, ഒരു ഗോപുരവും പണിതു. അത് വേലക്കാരെ ഏൽപ്പിച്ചിട്ട് യാത്ര പോയി. ഫലകാലമായപ്പോൾ തോട്ടത്തിലെ ഫലങ്ങളിൽ നിന്ന് തനിക്ക് കൊടുത്തയക്കേണ്ടതിന് വേലക്കാരുടെ അടുക്കലേക്ക് സ്വദാസന്മാരെ അയച്ചു. വേലക്കാർ അവൻ്റെ ദാസന്മാരെ പിടിച്ചു. ചിലരെ അടിച്ചു, ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ കൊല്ലുകയും ചെയ്തു. അയാൾ വീണ്ടും ആദ്യത്തേക്കാൾ അധികം ദാസന്മാരെ അയച്ചു. അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. അവസാനമായി, എൻ്റെ മകനെ അവർ ശങ്കിച്ചേക്കാം എന്ന് പറഞ്ഞ് തൻ്റെ പുത്രനെ അവരുടെ അടുക്കൽ അയച്ചു. വേലക്കാർ അവനെ കണ്ടപ്പോൾ, അവകാശി ഇവനാകുന്നു, വരുവിൻ, ഇവനെ കൊന്ന് ഇവൻ്റെ അവകാശം നമുക്ക് കൈക്കലാക്കാം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ അവനെ പിടിച്ചു മുന്തിരിത്തോപ്പിന് പുറത്തു കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. ആകയാൽ ആ മുന്തിരിത്തോട്ടമുടമസ്ഥൻ ആ വേലക്കാരോട് എന്തു ചെയ്യും എന്ന് ചോദിച്ചു. അവൻ അവരെ കഠിനമായി നശിപ്പിക്കുകയും യഥാസമയം അവന് ഫലങ്ങൾ കൊടുക്കുന്ന വേറെ ദാസന്മാരെ ഏൽപ്പിക്കുകയും ചെയ്യും എന്ന് അവർ തന്നോട് പറഞ്ഞു. യേശു അവരോട്, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൽ നിന്ന് സംഭവിച്ചു, നമ്മുടെ കണ്ണുകൾക്ക് ആശ്ചര്യവുമാകുന്നു എന്ന് നിങ്ങൾ ഗ്രന്ഥത്തിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? ആകയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നും എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനത്തിന് നൽകപ്പെടും. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും. ഇത് ആരുടെ മേൽ വീഴുമോ അവരെയെല്ലാം അത് പൊടിയാക്കി കളയും എന്ന് പറഞ്ഞു. പ്രധാന ആചാര്യന്മാരും പരീശരും തൻ്റെ ഉപമകൾ കേട്ടപ്പോൾ താൻ അവരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കി. അവർ തന്നെ പിടിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ പുരുഷാരത്തെ അവർ ഭയപ്പെട്ടു. എന്തെന്നാൽ തന്നെ പ്രവാചകൻ എന്ന പോലെ അവർ ഗണിച്ചിരുന്നു. ആമേൻ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ.